Question: Find the mean and variance of first n natural numbers. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ എക്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് 1, 2, 3, 4 എക്സെട്ര അപ് ടു n. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സാണ് ഇവിടെ നമ്മളുടെ എക്സ് വാല്യൂസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അവരുടെ എർത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാം. അവരുടെ എർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. എക്സുകളുടെ സമ്മ അതിനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എൻ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൽ വന്ന സമ്മിൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ എഴുതുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പം ഈ എന്നും ക്യാൻസലായിപ്പോയി അല്ലേ. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? ദിസ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് 1 ബൈ 2. അപ്പോൾ എക്സ് ബാർ ദറ്റ് ഈസ് മീൻ ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് എൻ പ്ലസ് 1 ബൈ 2 എന്ന് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ വേരിയൻസ് എന്താ കിട്ടുന്നത് നോക്കാം. അപ്പോൾ വേരിയൻസ് കാണാം. വേരിയൻസ് സിഗ്മ സ്ക്വയർ അല്ലേ. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയറിന് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല സമ്മേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു ഈ സമ്മേഷൻ എക്സ് സ്ക്വയർ. എക്സുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 അപ് ടു എൻ ആണ്. അവരുടെ സ്ക്വയറുകളുടെ സമ്മാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതായത് ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ എന്ന് എഴുതുന്നു മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതുണ്ട് എൻ പ്ലസ് 1 ബൈ 2. അതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ഈ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നാണ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എടുത്തിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് മൈനസ് ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ക്വയർ ആക്കാം അല്ലേ. ഇപ്പോൾ എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ദറ്റ് ഈസ് 4. ഇങ്ങനെ നമുക്കിവിടെ എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ എന്നും ഇവിടെയുള്ള ഈ എന്നും ക്യാൻസലായിപ്പോയി. അപ്പോൾ ബാക്കി ഇവിടെ എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ആണുള്ളത്. അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എൻ കൊണ്ട് ആദ്യം ഈ രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എൻ ഇൻറ്റു 2n സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു 1 എൻ. പിന്നെ ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 2n 1 ഇൻറ്റു 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് വന്നിരിക്കുന്നു മൈനസ് ഇതിന് നമുക്ക് സ്ക്വയർ ചെയ്യാം. എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇതിനിവിടെ എന്നും 2n ഉണ്ട് അല്ലേ. അതിന് നമുക്ക് 3n എഴുതാം. അപ്പം 2n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 മൈനസ് ഇത് അതേപോലെ തന്നെ എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്ക് ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 4 കൊണ്ട് ഈ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4 മൈനസ് 6 കൊണ്ട് ഈ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു മൈനസ് കൂടി ഉണ്ട് അല്ലേ. അപ്പം -6n²
മൈനസ് 6 ഇൻറ്റു 2n, അപ്പം മൈനസ് 12n പ്ലസ് 6 ആണ്, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 6 എന്ന് വരുന്നു, ഹോൾ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4 ദറ്റ് ഈസ് 24. ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയുള്ളൊരു 12n പ്ലസ് 12n ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 12n ഉണ്ട്, അത് ക്യാൻസലായിപ്പോയി. പിന്നെ 8n സ്ക്വയർ മൈനസ് 6n സ്ക്വയർ ആണുള്ളത്, ദറ്റ് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 4ഉം മൈനസ് 6ഉം ഉണ്ട്, അപ്പോൾ മൈനസ് 2 ഡിവൈഡഡ് ബൈ 24 ഇങ്ങനെ വരുന്നു. ഇതിന്ന് നമുക്ക് 2 ക്യാൻസൽ ചെയ്യാമല്ലോ, അപ്പോൾ 2 ക്യാൻസൽ ചെയ്താൽ n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ദ സം ഓഫ് ദിസ് ഈസ് ദ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, n സ്ക്വയർ മൈനസ് 1 ബൈ 12. അടുത്ത ക്വസ്റ്റ്യൻ, വേരിയൻസ് ഓഫ് എ സെറ്റ് ഓഫ് n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് 14, ഫൈൻഡ് n. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മ് 14 എന്നാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്, n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ദിസ് ഇസ് എ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതുതന്നെയാണ് ഏത് കോൺസിക്യൂട്ടീവായിട്ടുള്ള n നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും നമുക്ക് വരിക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം വേരിയൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പം കുറച്ച് വാല്യൂസ് ഉണ്ട്, ഇപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇവരുടെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഇതേപോലെ ഇവരോടൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പം x1 പ്ലസ് എ, x2 പ്ലസ് എ, എക്സെട്ര xn പ്ലസ് എ എന്ന് നമ്മൾ ആഡ് ചെയ്താലും ഇവരുടെ വേരിയൻസിന് ഒരു മാറ്റം വരില്ല. വേരിയൻസ് എന്ത് തന്നെയായിരിക്കും, സിഗ്മ സ്ക്വയർ തന്നെയായിരിക്കും. അതായത് ഒരു നമ്പർ ഒരു സെയിം നമ്പർ എല്ലാ വേരിയബിൾസിനോട് ആഡ് ചെയ്താലും വേരിയൻസിന് ഒരു മാറ്റം വരില്ല. അത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വേരിയൻസ് ആണ് നമ്മൾ n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് എഴുതിയത്. ഇപ്പോൾ നമുക്ക് ഇതിന് പകരം ഏത് കോൺസിക്യൂട്ടീവായിട്ടുള്ള n നമ്പേഴ്സ് എടുത്താലും, ഇപ്പോൾ ഞാൻ എടുക്കുന്ന നമ്പേഴ്സ് ചിലപ്പം 21 22 എക്സെട്ര അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്, ഈ ഓരോ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ൻ്റെ കൂടെ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് 20 ആഡ് ചെയ്തതാണ്, 2ൻ്റെ കൂടെ 20 ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവരുടെ വേരിയൻസിനും യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഏത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പറഞ്ഞാലും അവരുടെ വേരിയൻസ് എന്തെന്ന് പറയാം, n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് പറയും. അപ്പോൾ ഇവിടെ n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ വേരിയൻസ് 14 എന്ന് തന്നിട്ടുണ്ട്. അതായത് n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് പറഞ്ഞാൽ നമുക്ക് 14 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് n, ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് n സ്ക്വയർ മൈനസ് 1 എടുക്കാം, ദറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 14 അല്ലേ, വിച്ച് ഇസ് 168 എന്ന് വരും. n square minus 1 is equal to 168. But therefore, what is n square? n square is equal to 168 plus 1, which is equal to 169, and n is equal to root of 169. അതിൽ നമ്മൾ പ്ലസ് 13 എടുക്കുന്നു, കാരണം എന്ന് പറഞ്ഞാൽ നമ്പർ ആണല്ലോ. അപ്പം n is equal to 13. അപ്പോൾ 13 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ വേരിയൻസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 14 ഇവിടെ കിട്ടുന്നത്. Question, find the mean and variance of first n odd numbers. അപ്പോൾ ഇവിടുത്തെ n odd നമ്പേഴ്സിൻ്റെ മീനും വേരിയൻസും, ഇപ്പോൾ ഫസ്റ്റ് n odd നമ്പേഴ്സാണ് നമ്മൾ x ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് n odd നമ്പേഴ്സ് പറഞ്ഞാൽ 1 3 5 7 എക്സെട്ര. nth odd നമ്പർ എന്ന് പറഞ്ഞാൽ 2n മൈനസ് 1 എന്നാണ് വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് n odd നമ്പേഴ്സ്. ഇവരുടെ മീനാണ് ആദ്യം കാണാൻ പോകുന്നത്. അപ്പം മീൻ x bar, their mean x bar is equal to summation x by n അല്ലേ, that is equal to 1 by n into, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, സം ഓഫ്
ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ ആണ്. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും n സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ സമ്മേഷൻ എക്സ്, ആ സമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തെഴുതുന്നു, n സ്ക്വയർ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു n എന്ന് നമുക്ക് കിട്ടുന്നു അല്ലേ. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയൻസ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. നമ്മൾ വേരിയൻസ് എഴുതുന്നു. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു, ഇനി എന്താണ് സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് നമുക്ക് നോക്കാം. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അതിനുള്ള എക്സ്പ്രഷൻ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 2n മൈനസ് 1 ഇൻറ്റു 2n ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഞാൻ ഈ ഫോമിൽ എഴുതിയത് എളുപ്പത്തിൽ ഓർമ്മിക്കാനുള്ള രൂപം എന്നുള്ള രീതിയിലാണ്. വേണിച്ച ഇവിടെ നമുക്ക് 2 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ n-ഉം ബൈ 3 എന്നൊക്കെ എടുക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും എന്നുള്ള ഇതാണ്. അപ്പോൾ എന്താണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്താണ്, നമുക്ക് എങ്ങനെ എഴുതാം, 2n മൈനസ് 1 ഇൻറ്റു 2n ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നു, സമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ എഴുതുന്നത് എന്താണ്, 2n മൈനസ് 1 ഇൻറ്റു 2n ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതുന്നു, മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് n കിട്ടിയിട്ടുണ്ട്, ഇവിടെ n സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടെ കിടക്കുന്ന ഈ n-ഉം ഈ n-ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ഈ 2-ഉം 6-ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ്, ഇവിടെ ഇപ്പോൾ 2n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ആണുള്ളത്. അതായത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന രൂപത്തിൽ. അതിന് നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം. a വന്നത് 2n ആണ്. അപ്പോൾ 2n-ൻ്റെ സ്ക്വയർ 4n സ്ക്വയർ മൈനസ് 1, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് എഴുതിയത്. ദിസ് ഇസ് a മൈനസ് ബി, ദിസ് ഇസ് a പ്ലസ് ബി അല്ലേ, ഡിവൈഡഡ് ബൈ 3 എന്നുണ്ട് ഓൾറെഡി അല്ലേ, മൈനസ് n സ്ക്വയർ എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4n സ്ക്വയർ മൈനസ് 1 മൈനസ് 3n സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതും. അപ്പോൾ നോക്കൂ, ഇവിടെ 4n സ്ക്വയർ മൈനസ് 3n സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ദിസ് ഇസ് ദ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n odd numbers. A student obtain the mean and standard deviation of 100 observations as 50 and 5 respectively. It was later found that he had wrongly copied down 2 observations as 14 and 16 instead of 40 and 60. Calculate the correct mean and standard deviation. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 100 ഒബ്സർവേഷൻസിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. അപ്പോൾ നമുക്കത് എടുത്തിട്ട് എഴുതാം. ഇപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ n ഇസ് ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ട്. അവരുടെ മീൻ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ മീന് എക്സ് ബാർ കിട്ടിയിരിക്കുന്നത് 50 ആണ്. അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിരിക്കുന്നത് സിഗ്മ കിട്ടിയിരിക്കുന്നത് 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെയാണ് ഇവിടെ നമ്മളൊരു കറക്ഷൻ കാണുന്നത്. നമ്മളറിയാതെ 14, 16 എന്ന് പറഞ്ഞ 2 ഒബ്സർവേഷൻസ് ആണ് ഇവിടെ കാൽക്കുലേഷൻസ് എല്ലാം എടുത്തിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് 40 ആൻഡ് 60. അപ്പോൾ നമുക്കതിൻ്റെ കറക്ഷൻസ് വരുത്തണം. മീനിലും കറക്ഷൻ വരണം, അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും കറക്ഷൻ വരുത്തണം അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വരുത്തുക എന്ന് നോക്കാം. അപ്പോൾ മീനിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക, എർത്തമാറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മേഷൻ എക്സ് ഒബ്സർവേഷൻ എല്ലാം എടുത്തിട്ട് കൂട്ടിയിട്ടുണ്ടാവും, ഡിവൈഡഡ് ബൈ n എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്സർവേഷൻസിനെ കൂട്ടുന്ന ഈ സമ്മേഷൻ എക്സ്, ആ സമ്മിലാണ് നമ്മൾ ആദ്യം കറക്ഷൻ വരുത്തേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വിചാരിച്ചിട്ട് നമ്മളെ മീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 50 ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ്, സമ്മ് കണ്ടിട്ട് അതിനെ നമ്പറായിട്ടുള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് 50 കിട്ടിയത്. ഓർ നമുക്ക് പറയാം, ഇവിടെ നിന്ന് നമുക്ക് സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു 100
ദാറ്റ് ഈസ് ഈക്വൽ ടു 5000. അപ്പോൾ ഈ സമ്മിലാണ് നമ്മൾ മിസ്റ്റേക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമ്മ് ചെയ്തപ്പോഴാണ് നമ്മൾ റോങ് ആയിട്ടുള്ള 14നെയും 16നെയും കൂട്ടിയത്. അപ്പോൾ നമ്മൾ ഈ സമ്മിനെയാണ് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റഡ് സം എഴുതുന്നു. കറക്റ്റഡ് സമ്മാണ് എഴുതാൻ പോകുന്നത്. കറക്റ്റഡ് സം ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ്, ഓൾറെഡി ഉള്ള സമ്മേഷൻ എക്സ്, ദാറ്റ് ഈസ് 5000. 5000ന് നമ്മൾ തെറ്റായിട്ടുള്ള കൂട്ടിയ 14നെയും മൈനസ് ചെയ്യണം, അതേപോലെ 16നെയും മൈനസ് ചെയ്യും. ഇവർ തെറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തു പോയ ആളുകളാണ്. പിന്നെ നമ്മൾ കറക്റ്റായ 2 പേര് ഇതിൽ ആഡും ചെയ്യണം. അപ്പോൾ +40 +60. അപ്പോൾ സമ്മിൽ ഇങ്ങനെയാണ് നമ്മൾ കറക്ഷൻ വരുത്തുന്നത്. സമ്മെന്ന് റോങ് ആയി ആഡ് ചെയ്ത് 14നെയും 16നെയും നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള പുതിയ 2 നമ്പേഴ്സ്, അതായത് 40യെയും 60യെയും നമ്മൾ ആഡും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5070 ആണ്. നമുക്ക് ചെയ്താൽ കിട്ടുന്നത് 5070. ദിസ് ഈസ് ദ കറക്റ്റഡ് സം. സമ്മിൻ്റെ കറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ കറക്റ്റഡ് സം വെച്ചിട്ട് നമുക്ക് കറക്റ്റഡ് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ ദെർഫോർ കറക്റ്റഡ് മീൻ ദറ്റ് ഈസ് നമുക്ക് എക്സ് ബാർ സി എന്ന് തിരിച്ചറിയാൻ കൊടുക്കും. എക്സ് ബാർ സി ഇസ് ഈക്വൽ ടു കറക്റ്റഡ് സം, അതായത് സമ്മേഷൻ എക്സ് അതിൻ്റെ കറക്റ്റഡ് ആയിട്ടുള്ള ഈ സമ്മിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ കൊണ്ട്. നമ്പറിന് മാറ്റമൊന്നുമില്ല. 2 ഒബ്സർവേഷന് പകരം മറ്റേ 2 ഒബ്സർവേഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ n തന്നെയാണ്, 100 തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 5070 ഡിവൈഡഡ് ബൈ 100. Therefore corrected mean is 50.7. കറക്റ്റഡ് മീൻ എത്രയാണ്? 50.7 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് തെറ്റായ ഒബ്സർവേഷൻസ് ഒക്കെ വെച്ച് കൂട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 55 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 5 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വേരിയൻസ് നോക്കാം. അപ്പം വേരിയൻസ് എന്താണ്? തെറ്റായിട്ടുള്ള വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ്, ദറ്റ് ഈസ് 25. വേരിയൻസ് 25 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി ഇവിടെയാണ് നമുക്ക് കറക്ഷൻ വരുത്തേണ്ടത്. എന്താണ് വേരിയൻസിനുള്ള ഫോർമുല? വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ ചെയ്യും, മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് ചെയ്തിട്ടാണ് നമുക്ക് 25 എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് കിട്ടിയത്? വേരിയൻസ് കിട്ടിയിരിക്കുന്നത്. അതായത് 25 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളടുത്തുള്ള എല്ലാ എക്സ് വാല്യൂസിനെയും നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് കൂട്ടിയിട്ടുണ്ടാവും, ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്തിട്ടുണ്ടാവും, മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ ഈ തെറ്റായത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ 50 സ്ക്വയർ എന്ന് എടുത്തിട്ടുണ്ടാവും. ഓർ നമുക്കിങ്ങനെ എഴുതാം, 25 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 50 സ്ക്വയർ, ദറ്റ് ഈസ് 2500 അല്ലേ. അതായത് ഇവിടെ നമ്മൾ കറക്ഷൻ വരുത്താൻ പോകുന്നത് ഈ സം ഓഫ് സ്ക്വയേഴ്സിലാണ്. അപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മൈനസ് 2500നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് 25 പ്ലസ് 2500 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 എന്ന് കിട്ടി. ഓർ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ഇസ് ഈക്വൽ ടു 25 പ്ലസ് 2500, ദറ്റ് ഈസ് 2525 എന്ന് വന്നു. ഓർ സമ്മേഷൻ എക്സ് സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 2525 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 2 0 കൂടി വന്നു. ഇതാണ് നമ്മളുടെ സം ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് വെച്ചിട്ട്? നമ്മളെ തെറ്റായിട്ടുള്ള ഒബ്സർവേഷൻസ് വെച്ചിട്ട്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഇവിടെ ഇനി കറക്റ്റ് ചെയ്യേണ്ടത്. അതായത് തെറ്റായ ഒബ്സർവേഷൻ്റെ സ്ക്വയറുകളെ ഇതിന്ന് മൈനസ് ചെയ്യണം, കറക്റ്റായ ഒബ്സർവേഷൻ്റെ സ്ക്വയറുകളെ ആഡ് ചെയ്യും വേണം അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്നുള്ളതിന് നമുക്കിപ്പോൾ കിട്ടിയത് 2500 ഇതാണ് കിട്ടിയത്. ഇതിന്ന് ഞാൻ തെറ്റായ ഒബ്സർവേഷൻസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തത് 14ൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ അതിനെ മൈനസ് ചെയ്തു. അതുമാതിരി 16ൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ അതിനെയും മൈനസ് ചെയ്തു. ഇനി നമ്മൾ കറക്റ്റായ 2 പേരുടെ സ്ക്വയറിനെ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു, പ്ലസ് 40 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ എന്ന് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന കറക്റ്റഡ് മീൻ എന്ന് പറഞ്ഞാൽ 2572
2248 ഈ നമ്പറാണ് വരുന്നത്. സമ്മേഷൻ എക്സ് സ്ക്വയർ കറക്റ്റഡ് ആണ് നമ്മളിവിടെ ചെയ്തത്. കറക്റ്റഡ് ആയിട്ടുള്ള സം ഓഫ് സ്ക്വയർ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് കറക്റ്റഡ് സം ഓഫ് സ്ക്വയർ കിട്ടി. ഇനി എനിക്ക് കറക്റ്റഡ് ആയിട്ടുള്ള വേരിയൻസ് കാണും. അപ്പം സിഗ്മ സ്ക്വയർ കറക്റ്റഡ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ സിഗ്മ സ്ക്വയർ കറക്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മേഷൻ എക്സ് സ്ക്വയർ, ദറ്റ് ഈസ് കറക്റ്റഡ് ആയിട്ടുള്ള സമ്മേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് കറക്റ്റഡ് ആയിട്ടുള്ള മീനിൻ്റെ സ്ക്വയർ, ഇത് രണ്ടും ചെയ്താലാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള വേരിയൻസ് കിട്ടുക. ദറ്റ് ഈസ് ഈക്വൽ ടു 257248 ദാറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് കറക്റ്റഡായി നമുക്ക് കിട്ടിയ എക്സ് ബാർ 50.7 ആയിരുന്നു, അതിൻ്റെ സ്ക്വയർ ചെയ്യും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന കറക്റ്റഡ് വേരിയൻസ് 1.99 എന്ന് പറഞ്ഞ ആൻസറാണ്. ആൻഡ് നമുക്ക് വേണ്ടത് കറക്റ്റഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലേ. അപ്പോൾ കറക്റ്റഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ സി എന്ന് പറയാം. ദറ്റ് ഈസ് റൂട്ട് ഓഫ് വേരിയൻസ്, റൂട്ട് ഓഫ് 1.99. അത് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ 1.41.